നമ്മളൊരു കുടുംബത്തിൽ താമസിച്ചിരുന്നെങ്കിലേ ഉം, നമുക്ക് പലപ്പോഴും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഉം, അവരെ അവരെ എങ്ങനെ ശാസിക്കണം, ഉം, അല്ലെങ്കിൽ അവിടെ ഏതുവരെ ശാസിക്കണം, ഉം, എന്താണ് അവരോട് പറയേണ്ടത്, അത് ഉം, ഓരോ ലെവലിൽ കഴിഞ്ഞ് പോകുമ്പോഴും അപ്പോൾ വീട്ടിലൊരു മുതിർന്ന ആളില്ലാത്തതിൻ്റെ ഒരു കുഴപ്പം ഉം. നമുക്ക് പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഓ. വീട്ടിലൊരു മുതിർന്ന ആളുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ശരിയാണ് പൂക്കുറ്റി അണ്ണൻ പറഞ്ഞത്. അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ അണ്ണനെ ശാസിച്ച് നേരെ നടത്തിയേനെ. കാരണം മറ്റൊന്നുമല്ല, അണ്ണൻ ചെന്ന് നല്ല ഒന്നാന്തരം കെണിയിലാണ് വെട്ട് നിൽക്കുന്നത്. നമുക്കറിയാം, റസൂൽ പൂക്കുറ്റി, സജന നൂർ, ഫിറോസ് ഖാൻ, ഈ ഒരു യൂണിവേഴ്സ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സൈലന്റ് ആയി നിൽക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഇന്നലെ സജന നൂർ ആ ഒരു യൂണിവേഴ്സിനെ വീണ്ടും ആക്റ്റീവ് ആക്കിയത്. അവർ ഇന്നലെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു റീൽ അപ്ലോഡ് ചെയ്തു. ആ റീൽ എന്ന് പറയുന്നത് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത റീലാണ്. സജന നൂറും റസൂൽ പൂക്കുട്ടിയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അതിന്റെ തൊട്ട് ആ ഒരു ഇമേജിന്റെ കൂടെ തന്നെ 9 വീക്ക് പ്രഗ്നന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗർഭസ്ഥ ശിശുവിന്റെ ചിത്രവും ഇവരുടെ വയറും കാണിച്ചുകൊണ്ട് ഒരു ഫോട്ടോ അത് റീലായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ഇതിന്റെ താഴെ ചെന്ന് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി ചേട്ടൻ നല്ല ഒന്നാന്തരം ഒരു ഊക്ക് കൊടുത്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അത് ഏത് അർത്ഥത്തിനാണെന്ന് നമുക്ക് മനസ്സിലായി. അതിലും ടോപ്പ് നമ്മുടെ ജിനൂസ് 2.0 അണ്ണൻ ചെന്ന് ഇട്ട കമന്റ് അൽഹംദുലില്ലാ സൗണ്ട് എഞ്ചിനീയർ കമ്മിങ്, പിന്നെ ലവ് ഇമോജി. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും എടുത്തിട്ട് അലക്കി എന്നുള്ളതാണ് സാധനം. റസൂലെ നിൻ കരവാലെ വേറൊരാൾ നിന്ന് കമന്റ് ഇട്ടിരിക്കുന്നു. ഇതിനകത്തുള്ള കമന്റുകളൊക്കെ രസകരം കേട്ടോ. അങ്ങനെ പൂക്കൂട്ടി പൂത്തു, കുഞ്ഞുങ്ങളെ സേഫ് ആക്കുക, ആർക്കും തട്ടിക്കളിക്കാൻ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കരുത്. ഓരോ ദിവസവും കുഞ്ഞുങ്ങളെ കൊല്ലുന്ന വാർത്തകൾ കണ്ട് മരവിച്ചിരിക്കുകയാണ്. ആശംസകൾ. കുഞ്ഞുങ്ങൾ സേഫ് ആണോ, ഹാപ്പി ആണോ, നിരന്തരം ശ്രദ്ധിക്കുക. സത്യം, ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്കും ഇതേ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ ആരുമായിട്ട് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയോ അവിഹിതം നടത്തുകയോ ഗർഭിണിയാവുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷേ നിങ്ങൾ ജനിപ്പിച്ച 2 കുട്ടികളുണ്ട്, നിങ്ങൾ ജന്മം നൽകിയ 2 കുട്ടികൾ. ആ കുട്ടികൾക്ക് ഇപ്പോൾ നിങ്ങളെന്ന അമ്മയുടെ സാമീപ്യം അനിവാര്യമാണ്. ഇൻ കേസ് നാളെ നിങ്ങളും ഈ പറയുന്ന റസൂൽ പൂക്കുട്ടിയും ഒന്നാവുകയാണെങ്കിൽ ആ കുട്ടികൾ നിങ്ങൾക്കൊരു ബാധ്യതയായി തോന്നുമെങ്കിൽ ഇപ്പോൾ ഈ വാർത്തകളിൽ കാണുന്ന രീതിയിലൊന്നും ചെയ്യരുത്. അതിന് പകരം ആ കുട്ടികളെ ഏതെങ്കിലും ബോർഡിംഗ് സ്കൂളിലാക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ ഏൽപ്പിക്കുകയോ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. അതിന് തൊട്ട് താഴെ വന്നിരിക്കുന്ന പുതിയ ഒരു കമന്റാണ്. പൂക്കുറ്റി ട്യൂൺ ചെയ്ത് ട്രോഫി കിട്ടി. കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ നടക്കുന്നേ? മുകേഷ് എം നായർ കൺഗ്രാറ്റുലേഷൻസ്. സെലിബ്രിറ്റീസ് എല്ലാവരും വന്ന് കമന്റ് ഇടുന്നുണ്ട്. എന്തായാലും ഈ ഒരു യൂണിവേഴ്സ് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, അവിഹിതത്തിനൊക്കെ ഇത്രയും ഡിമാൻഡ് ഉണ്ടോ എന്ന്. കാരണം അവിഹിതത്തെ കുറിച്ച് പലരും പറഞ്ഞുള്ള ഒരു ഡയലോഗാണ്, അവിഹിതം എന്നത് ഉണക്കമീൻ പോലെയാണ്, നാട്ടുകാർക്ക് മൊത്തം നാറിയാലും നമുക്ക് നാറത്തില്ല. അതാണ് ഇപ്പൊ ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് പൂക്കുട്ടി അണ്ണന്റെ ഫിലോസഫി ഒന്ന് കണ്ടു നോക്കാം. നമ്മളൊരു കുടുംബത്തിൽ താമസിച്ചിരുന്നെങ്കിലേ ഉം, നമുക്ക് പലപ്പോഴും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരെ അവരെ എങ്ങനെ ശാസിക്കണം, ഉം, അല്ലെങ്കിൽ അവിടെ ഏതുവരെ ശാസിക്കണം, ഉം, എന്താണ് അവരോട് പറയേണ്ടത്, അത് ഉം, ഓരോ ലെവലിൽ കഴിഞ്ഞ് പോകുമ്പോഴും അപ്പോൾ വീട്ടിലൊരു മുതിർന്ന ആളില്ലാത്തതിൻ്റെ ഒരു കുഴപ്പം ഉം. നമുക്ക് പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഓ. അതായത് നമുക്ക് അപ്പോൾ ആ കുട്ടികൾക്ക് അവരുടെ മുത്തച്ഛനോ അതെ. മുത്തമ്മ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഉണ്ടെങ്കിൽ ഉം. അവർ നമ്മളോട് ഷെയർ ചെയ്യാത്ത കാര്യം ഒരു പക്ഷേ അവരോട് ഷെയർ ചെയ്യും. തീർച്ചയായിട്ടും. അപ്പം അവർ നമ്മളെക്കാൾ പ്രായമുള്ളത് കൊണ്ടും ഉം. അനുഭവ സമ്പത്തുള്ളത് കൊണ്ടും അവർ പ്രത്യേകമായ രീതിയിൽ അവരെ ഗൈഡ് ചെയ്യും. തീർച്ചയായിട്ടും. അതില്ലാത്തതൊരു വലിയ നഷ്ടം. നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉം. അപ്പം പല സമയങ്ങളിലും എസ്പെഷ്യലി നമ്മൾ കോവിഡ് ഒക്കെ ഉണ്ടായപ്പോഴും മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഉം. വീട്ടിലിരിക്കുകയാണ്, ഡിവൈസിലിരിക്കുകയാണ്, 2 വർഷത്തോളം അങ്ങനെ പോയി. ഉം. അവൻ ഈ കോവിഡ് ബാച്ച്, ഉം. എക്സാം എഴുതിയിട്ടില്ല 10ൽ. ഉം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്തിൽ ഇവരെ എങ്ങനെയാണ് ഇവർ ഡീൽ ചെയ്യുക എന്നുള്ളത്. ഇനി ഇതിനകത്തൊരു സംശയമുള്ളത്, ഇദ്ദേഹത്തിന് ഭാര്യയും 2 മക്കളും ഉണ്ട്. നിയമപരമായിട്ട് ഇവർ ഡിവോഴ്സ് അല്ല. പിന്നെ എങ്ങനെ ഈ സജിനയുടെ പ്രഗ്നൻസി ഇദ്ദേഹം അക്സെപ്റ്റ് ചെയ്യും? ഇദ്ദേഹം എന്തായാലും ഇത് ഡിനേ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല. അത് തന്നെ ഒന്നാമത്തെ കാര്യം. ഈ ഒരു വിവാദം ഉണ്ടായപ്പോൾ ഒന്നും തന്നെ ഈ പറയുന്ന റസൂൽ പൂക്കുറ്റി എന്ന് പറയുന്ന വ്യക്തി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ഗർഭത്തിന്റെ ഒരു ന്യൂസ് പുറത്തു വന്നിട്ട് പോലും അദ്ദേഹം പ്രതികരിക്കാതിരിക്കുമ്പോൾ ഇതിനകത്ത് വാസ്തവം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ പൂക്കുറ്റി പെട്ടു നിൽക്കുകയാണ്. ഒന്നെങ്കിൽ സജിനെ വിവാഹം കഴിക്കണം, അതിനുവേണ്ടി ആദ്യ ഭാര്യനെ ഡിവോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ സജിന ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം നൽകി ഈ ഒരു വിഷയത്തിൽ നിന്ന് തലയൂരണം. എന്തായാലും സജിനയ്ക്ക് ലാഭമുണ്ട്. കാരണം സജിനയ്ക്ക് എന്തായാലും നല്ലൊരു എമൗണ്ട് നഷ്ടപരിഹാരമായിട്ടോ അല്ലെങ്കിൽ കോംപ്രമൈസ് എന്ന പേരിൽ ഇവർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അല്ല, വിവാഹം കഴിക്കുവാണെങ്കിൽ ഒരു ഓസ്കാർ വിന്നറുടെ 2ാം ഭാര്യ എന്ന് പറയുന്ന ഒരു ലേബലിലേക്ക് ഇവരറിയപ്പെടും.
ഇനിയിപ്പോൾ രണ്ടാം ഭാര്യ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് ലാഭമുണ്ട്. കാരണം ഈ അടുത്തായിരുന്നു ഈ റസൂൽ പൂക്കുറ്റിക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയ സ്ലം ഡോഗ് മില്യണിയർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അഭിനയിച്ച അനിൽ കപൂറിന്റെ ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് ആ സിനിമയ്ക്ക് അന്ന് അദ്ദേഹത്തിന് കിട്ടിയ റെമ്യൂണറേഷൻ കൂടാതെ ഇപ്പോൾ വർഷാവർഷവും അദ്ദേഹത്തിന് ഒരു എമൗണ്ട് കിട്ടുന്നുള്ളതാണ്. അതായത് ആ സിനിമയുടെ ഭാഗത്തു നിന്നുള്ള ഇൻകം ഇന്നും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ AR റഹ്മാനും ഈ പറയുന്ന റസൂൽ പൂക്കുറ്റിക്കും എല്ലാം തന്നെ അതിന്റെ റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെ കോടികളാണ് ആ റെമ്യൂണറേഷനായിട്ട് വരുന്നത് തന്നെ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതും ഇദ്ദേഹത്തിന് ഒരു ലാഭമായിട്ട് മാറുമെന്നാണ്, അല്ലെങ്കിൽ ഈ സജനിക്ക് ഒരു ലാഭമാണ്. കാരണം നല്ല കോടികളാണ്, ഇദ്ദേഹത്തിന് വർക്കുകളൊന്നും ഇല്ലെങ്കിൽ പോലും ആ ഒരു എമൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ അനിൽ കപൂറിന് കിട്ടുമ്പോൾ ആ സിനിമയുടെ പാർട്ടായിട്ട് നിന്ന ഈ പറയുന്ന റസൂൽ പൂക്കുറ്റിക്ക് അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഫിറോസ് ഖാൻ എന്ന് പറയുന്ന വ്യക്തിയെക്കാളും എന്തുകൊണ്ട് ബെറ്റർ ചോയ്സ് ഈ പറയുന്ന റസൂൽ പൂക്കുറ്റി തന്നെയാണ്. പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോ, നിങ്ങളുടെ കുട്ടികൾ അവരെ സേഫ് ആക്കുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ അവിഹിതം നടത്തുകയോ പ്രഗ്നന്റ് ആവുകയോ അതൊന്നും ഞങ്ങളുടെ ആരുടെയും വിഷയമല്ല. പിന്നെ ഈ ഒരു ടോപ്പിക്ക് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് എടുത്തു വെച്ച് ചെയ്യണമെന്ന് തോന്നി. കാരണം ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ബാക്കി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാവരും ഈ ഒരു വിഷയം എടുത്തു വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഞാനായിട്ട് ചെയ്യാതിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തു വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ശരിയാണോ?